Welcome to Plus One Exam Package, Part 27. Questions from Rotational Dynamics. കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ അതായിരുന്നു കണ്ടിന്യൂ. നേരത്തെ കുറേയേറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനും കണ്ടിന്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 117. ഇപ്പോൾ ഈ എക്സാം പാക്കേജിൽ മാത്രം ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമായത്, അതിന് മുമ്പ് വേറെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. If the angular momentum is conserved in a system whose moment of inertia is decreased, will its kinetic energy be also conserved? Support your answer by calculation. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതാണ്. Kinetic energy equals p square by 2m. P is the linear momentum, m into v. അതുപോലെ റൊട്ടേഷൻ നടക്കുമ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈക്വൽസ് എൽ സ്ക്വയർ ബൈ 2i എന്ന് പറയാം. എൽ ഈസ് ദി ആംഗുലാർ മൊമെൻറ്റം, ഐ ഈസ് ദി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അതിൽ നിന്നും ഫോം ചെയ്തെടുക്കുന്നതാണ് എൽ സ്ക്വയർ ബൈ 2i. അവിടുത്തെ പിക്ക് വരെ ഇവിടെ എൽ, അവിടുത്തെ എമ്മിന് വരെ ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ. സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസിൽ എന്തും ഇങ്ങോട്ട് മാറുമ്പോൾ ആംഗുലാർ പാരാമീറ്റർ വരും. മാസിന് വരും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, മൊമെൻറ്റത്തിന് വരും ആംഗുലാർ മൊമെൻറ്റ് എൽ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഇ കെ ഈക്വൽസ് എൽ സ്ക്വയർ ബൈ 2i. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇ കെ ഇൻറ്റു ഐ ഈക്വൽസ് എൽ സ്ക്വയർ ബൈ 2. ഇ കെ ഇൻറ്റു ഐ ഈക്വൽസ് എൽ സ്ക്വയർ ബൈ 2. ഇവിടെ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന അർത്ഥം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റ് എൽ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട്. That means ek into I is a constant. ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐ കുറയുമ്പോൾ ഇ കെ കൂടണം. അപ്പോൾ എങ്കിലേ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അപ്പോൾ വെൻ മൊമെൻറ്റ് ഓഫ് എനർജി ഐ ഈസ് ഡിക്രീസ്ഡ്, കൈനറ്റിക് എനർജി ഇ കെ ഇൻക്രീസസ്. അതിനർത്ഥം എന്താ? കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് അല്ല. കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ആദ്യം നോട്ട് കൺസേർവ്ഡ് എന്ന സപ്പോർട്ട് ചെയ്ത ഇത് ചെയ്യുന്നത് കൊണ്ട് ഫൈനൽ എഴുതിയാൽ മതി. കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്, അത് കുറയും. ക്വസ്റ്റ്യൻ നമ്പർ 118. ഹൗ ക്യാൻ യു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ റോ എഗ് ആൻഡ് എ ഹാർഡ് ബോയിൽഡ് എഗ്? പച്ചമുട്ടയും നല്ലതുപോലെ വേവിച്ച മുട്ടയും എങ്ങനെ തിരിച്ചറിയാം? ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചതൊന്ന് സ്പിൻ ചെയ്ത് നോക്കിയാൽ മതി. ഒന്ന് സ്പിൻ കൊടുക്കുക. റോ എഗ്ഗാണെങ്കിൽ പച്ചമുട്ടയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് നിൽക്കും. ഹാർഡ് ബോയിൽഡ് എഗ്ഗാണെങ്കിൽ കൂടുതൽ നേരം സ്പിൻ ചെയ്ത് നിൽക്കും. ഇതിന് കാരണം പച്ചമുട്ടയ്ക്കകത്ത് ലിക്വിഡ് ഫോമിലാണ് മാറ്റർ. അപ്പോൾ ഇത് സ്പിൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ലിക്വിഡ് ഒരു റിട്ടാർഡിങ് മോഷൻ നടത്തും. നമുക്കറിയാം, വെള്ളം നിറച്ച് വെച്ച് ഒരു പാത്രം കറക്കിയാൽ ഈ പാത്രം പെട്ടെന്ന് അങ്ങ് നിൽക്കും. വെള്ളം ഇതിനെ ഒപ്പോസ് ചെയ്യും. വെള്ളത്തിൻ്റെ ഇനേർഷ്യാവുണ്ട്. അതിനിഷ്ടമല്ലല്ലോ നിൽക്കുന്നത്. അപ്പോൾ കറക്കുന്നത് റസ്റ്റ് കിടന്ന് നിന്ന വെള്ളം ഈ പാത്രം കറങ്ങുമ്പോൾ അതും കൂടെ അതിനകത്ത് പങ്കെടുക്കണം. അപ്പോൾ അതിന് ഇനേർഷ്യ മൂലം അത് ഇതിനെ റിട്ടാർഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ ബസ്സൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ മുന്നോട്ട് വീഴുന്ന അതേ തത്വം തന്നെ ഇവിടെ റൊട്ടേഷൻ ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ റിട്ടാർഡേഷൻ, ഇപ്പോൾ ദി എഗ് ഈസ് ഗിവൺ എ സ്പിൻ. ഇഫ് ഇറ്റ് കംസ് ഇമ്മീഡിയറ്റ്ലി or if it comes to rest soon, it will be a raw egg because a retarding force will set up by the liquid form of matter inside the egg. On the other hand, if it spins for a longer time, the egg will be hard boiled, because hard boiled egg is a solid body as a whole
So there is no retarding force to be developed inside the egg. അതൊരു സിംഗിൾ ബോഡി സോളിഡ് ബോഡി ആയിട്ട് വർക്ക് ചെയ്തോളൂ, എന്നിട്ട് സ്പിൻ ചെയ്തോളൂ. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. Question number 119. A meter stick, half of which is wood and the other half steel, is pivoted at the wooden end O. See the figure given below. And a force is applied to the steel end. The stick is then pivoted at the steel end, and the same force is applied at the wooden end. Will the angular acceleration be the same? Explain. ഇതാണ് ഒരു മീറ്റർ സ്റ്റിക്ക്. ഇതിൻ്റെ ഒരു ഹാഫ് വുഡും മറ്റേ ഹാഫ് സ്റ്റീൽ കൊണ്ടുള്ളത്. ആദ്യം വുഡ് എൻഡിൽ ഇതിനെ പിവോട്ട് ചെയ്യുന്നു, ആണി അടിച്ചിട്ട്, എന്നിട്ട് ഇവിടെ ഒരു ഫോഴ്സ് അപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ സ്റ്റീൽ എൻഡ് പിവോട്ട് ചെയ്യുന്നു, വുഡൻ എൻഡിൽ ഫോഴ്സ് കൊടുക്കുന്നു. ഏത് കേസിലാണ് ആംഗുലാർ ആക്സിലറേഷൻ കൂടുതൽ കിട്ടുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം ടോർക്ക് ചെല്ലുന്നുണ്ടല്ലോ ഇവിടെ. ടോർക്ക് ഈക്വൽസ് ഐ ആൽഫ, ന്യൂട്ടൺസ് ലോ ഓഫ് റൊട്ടേഷൻ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. എഫ് ഈക്വൽസ് എം എക്ക് പകരം. Therefore, angular acceleration alpha equals tau by I. Tau എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എല്ല. ഈ ദൂരം എല്ലെന്നിരിക്കട്ടെ, അല്ലെ റോഡിൻ്റെ നീളം, അപ്ലൈഡ് ഫോഴ്സും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടെയുള്ള പ്രോഡക്റ്റ് ആണെന്നല്ലോ ടോർക്ക്. അപ്പോൾ ടോയുടെ സ്ഥാനത്ത് എഫ് ഇൻറ്റു എൽ ബൈ ഐ. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ റോഡിൻ്റെ രണ്ട് സന്ദർഭത്തിലും വ്യത്യാസമുണ്ട്. ഇവിടെ സ്റ്റീലിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് വുഡിനേക്കാൾ. അതുകൊണ്ട് ഇതിൻ്റെ ഈ സ്റ്റിക്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ സ്റ്റീൽ ഹാഫിൽ എവിടെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ പിവോട്ട് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം കൂടും. സ്റ്റീലിൻ്റെ പിവോട്ട് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് സ്റ്റീൽ ഹാഫിലാണ്. അപ്പോൾ സ്റ്റീൽ ഹാഫിലെ ആ ഭാഗത്ത് വരുന്ന സെൻറ്റർ ഓഫ് മാസിൽ നിന്നും പിവോട്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ദൂരം ആദ്യത്തെ കേസിലാണ് കൂടുതൽ, രണ്ടാമത്തെ കേസിൽ അത് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ് അബൌട്ട് ദി പോയിൻ്റ് ഓഫ് റൊട്ടേഷൻ. എം കെ സ്ക്വയർ എം ഇൻറ്റു കെ. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണോ അവിടേക്കുള്ള ദൂരം കൂടുന്ന കേസിലെല്ലാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഐ കൂടുതലാണ്, അതുകൊണ്ട് ഐ കൂടുമ്പോൾ ആൽഫ കുറയും. അപ്പോൾ ആദ്യത്തെ കേസിലാണ് ആംഗുലാർ ആക്സിലറേഷൻ കുറവ്. അപ്പോൾ ആൻസർ എഴുതേണ്ടത് ഈ ഫോർമുല എഴുതി കൊടുക്കുക, ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് പറയണം സെൻറ്റർ ഓഫ് മാസ് ഈസ് ലൊക്കേറ്റഡ് സംവെയർ ഇൻ ദി സ്റ്റീൽ ഹാഫ്. ദെയർഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ലാർജർ ഇൻ ദി ഫസ്റ്റ് കേസ്, വുഡൻ എൻഡ് പിവോട്ട് ചെയ്യുമ്പോൾ. സോ ദാറ്റ് angular acceleration is less in that case. That's all. Question number 120. A body of radius capital R and mass capital M is rolling horizontally without slipping with a speed v. It then rolls up an inclined plane of height h, small letter h. If h equals 3v square by 4g,
A. First question. What is the moment of inertia of the body? B. What might be the body be? What might the body be? ഇതാണ് ചോദ്യം. ഒരു ബോഡി ഇങ്ങനെ ഉരുണ്ടു വരിക, മാസ് എം, വെലോസിറ്റി വി, എന്നിട്ട് ഇത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ എച്ച് ഹൈറ്റിലേക്ക് ഉരുണ്ട് കയറുക. എങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർജി എത്ര, അതിൻ്റെ ഷേപ്പ് എന്താ, ഇതാ ചോദ്യം. നമുക്കറിയാം ഇത് എച്ച് ഹൈറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്, mgh. ആ ടോട്ടൽ എനർജി ഇതിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ mgh ഈക്വൽസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഉരുണ്ടു നീങ്ങുകയല്ലേ. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട് ½ റൊട്ടേഷൻ നടക്കുന്നതുകൊണ്ട് റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഉണ്ട് ½ ചുരുക്കത്തിൽ mgh ഈക്വൽസ് ½ plus ½ That is mg into h തന്നിട്ടുണ്ട് ചോദ്യത്തിൽ 3v²/4g ഈക്വൽസ് ½ plus ½ into ഒമേഗ എന്ന് പറഞ്ഞാൽ v/r. v ഈക്വൽസ് r ഒമേഗ. സോ ഒമേഗ ഇസ് v/r. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ v²/r². എല്ലാ ടേമിൽ നിന്നും v² ക്യാൻസൽ ചെയ്യും, ഒരു 2 വെട്ടിപ്പോകും മൊത്തം. ഇവിടുത്തെ ജി ക്യാൻസൽ ചെയ്യും, പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ 3m/2 ഈക്വൽസ് m plus i/r², from which i/r² equals 3m/2 minus m. 3m/2 minus m, 3/2m minus m എന്ന് പറഞ്ഞാൽ m/2. Therefore I equals m/2 into r² or ½ mr². മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അപ്പോൾ കിട്ടി. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ½ mr² എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഷേപ്പ് പറയാമല്ലോ, സർക്കുലർ ഡിസ്ക്. So here the body is a circular disk. We will see the remaining in the next postings. Thank you.